Hello children, welcome to Kids Area Online. ആദ്യാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എഴുതുവാനായിട്ട് അറിയാലോ? അക്ഷരങ്ങൾ കേട്ടാൽ എഴുതുവാനായി അറിയാലോ? അറിയാം. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ടീച്ചർ നോക്കുവാണ്. നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ബുക്കും പെൻസിലും എടുത്തിട്ട് വരിക. ഓക്കെ, ബുക്കും പെൻസിലും വേഗത്തിൽ എടുത്തിട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ പാരൻസിനോട് ടീച്ചർ ഒരു കാര്യം പറയാം. LKG UKG 1 year ഫുൾ സിലബസ് ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒത്തിരി കുട്ടികൾക്ക് അഡ്മിഷൻസ് ഒന്നും കിട്ടാതെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKGക്കും UKGക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ സ്കൂളിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കും ട്യൂഷനായിട്ട് LKG UKG കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ലെറ്റേഴ്സാണ് അറിയാത്തത്, അല്ലെങ്കിൽ നമ്പേഴ്സാണ് അറിയാത്തത്, അങ്ങനെ എന്താണോ നിങ്ങളുടെ കുട്ടിക്ക് അറിയാത്തത്, ഇംഗ്ലീഷ് റീഡ് ചെയ്യുവാൻ, മലയാളം റീഡിംഗ്, ഹിന്ദി ലെറ്റേഴ്സ്, ഇങ്ങനെ എന്താണോ നിങ്ങളുടെ കുട്ടിക്ക് അറിയാത്തത്, ആ ക്ലാസ്സസൊക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പെയ്ഡ് ക്ലാസ്സസ് ആണ് കേട്ടോ, പെയ്ഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത്, ഏത് ക്ലാസ് ആണോ വേണ്ടത്, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലഭ്യമാണ്. ഓക്കെ, ആദ്യാക്ഷരങ്ങൾ ഇന്ന് റിവിഷനാണ്. ടീച്ചർ ആദ്യാക്ഷരങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള 5 അക്ഷരങ്ങളാണ് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഈ അക്ഷരങ്ങൾ ഓർമ്മ നിൽക്കുവാൻ സഹായിക്കും. നോക്കാം. വിട്ടുപോയ അക്ഷരം എഴുതുക. ടീച്ചർ ഇവിടെ ഒരു ചിത്രം നൽകും. ആ ചിത്രത്തിൻ്റെ പേരിൽ വിട്ടുപോയിട്ടുള്ള അക്ഷരം, ഒരക്ഷരം അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. ആ എഴുതാത്ത അക്ഷരം ഏതാണെന്ന് നിങ്ങൾ എഴുതുക. ടീച്ചർ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്താണെന്നറിയാലോ? നമ്മൾ പഠിച്ചു. എന്താണ്? റവ. റവ. ഇവിടെ നോക്കി, ഇവിടെ ഒരക്ഷരം ടീച്ചർ എഴുതിയിട്ടില്ല. ഏതാണ് അക്ഷരം? പറഞ്ഞേ. റവ. അപ്പോൾ ആദ്യത്തെ അക്ഷരമാണ് റവ. റ. ഓക്കെ, റ എന്ന അക്ഷരം നിങ്ങൾ വേഗത്തിൽ എഴുതിക്കോളൂ. റ. റ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ടീച്ചർ നോക്കട്ടെ. റവ. റ എന്ന അക്ഷരം എഴുതിക്കോളൂ. ഓക്കെ, റ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാം. റ എന്ന അക്ഷരം നിങ്ങൾ ശരിയായാണോ എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. റ കറക്റ്റാണോ? റ ഇങ്ങനെ തന്നെയാണോ എഴുതിയിട്ടുള്ളത്? ഓക്കെ, വെരി ഗുഡ്. റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിച്ചോളൂ. ഇതാരാണ്? ഓക്കെ, ആന. 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 ഇവിടെ ടീച്ചർ ആ എഴുതിയിട്ടുണ്ട്, അടുത്ത അക്ഷരം എഴുതിയിട്ടില്ല. ആന. ന. നായാണ് ടീച്ചർ എഴുതാത്തത്. നിങ്ങൾ വേഗത്തിൽ ന എഴുതിയേ. ന. ന. ന എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ന എന്ന അക്ഷരം എഴുതുക. ആന. ന. ആദ്യമായതിനാലാണ് ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ല എങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതണം. ആന. ന എന്ന അക്ഷരമാണ് ഇവിടെ എഴുതുവാനുള്ളത്. ന എഴുതിയായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഇങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് നോക്കാം. ശരിയാണോ? ശരിയാണ്. ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പോർ എഴുതിയെടുത്തോളൂ. ന. ഏതാണ് ഈ അക്ഷരം? ന. ന. ന നിങ്ങളുടെ ബുക്കിൽ എഴുതിയേ. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് എല്ലാ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത്, എവിടെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ടീച്ചർ പഠിപ്പിച്ചു. ന എഴുതിയായിരുന്നോ? എഴുതി. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എഴുതുവാൻ റെഡിയാണോ? റെഡിയാണ്.
അടുത്ത ചോദ്യം നോക്കാം. ചിത്രം ശ്രദ്ധിക്കൂ. ഇതാരാണ്? തത്ത. 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 ഇവിടെ ഏതക്ഷരമാണ് വരിക? ത. വെരി ഗുഡ്. ത എഴുതിക്കോളൂ. വേഗത്തിൽ എഴുതൂ. ത. ത എന്ന അക്ഷരം നല്ലതുപോലെ എഴുതുക. ത. ത എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഓർമ്മിച്ചേ. അതുപോലെ എഴുതിയേ. ത. മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ ഒരിക്കൽ കൂടി കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, വിഷമിക്കേണ്ട, തെറ്റിപ്പോയി വിഷമിക്കേണ്ട. നിങ്ങൾ ഒരിക്കൽ കൂടി ക്ലാസ് കണ്ടാൽ മതി. കിഡ്സ് ഏരിയ ഓൺലൈനിൽ വീഡിയോസിൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ കിട്ടും. പാരൻസിനോടായിട്ടാണ്. തത്ത. ത എഴുതിയായിരുന്നോ? ശരിയാണോ എന്ന് നോക്കാം. ഇതുപോലെയാണോ എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. ശരിയാണോ? ഇതുപോലെയാണോ എഴുതിയിട്ടുള്ളത്? ഏതാണ് ഈ അക്ഷരം? ത. തെറ്റിപ്പോയർ വേഗത്തിൽ എഴുതിയെടുത്തേ. ത. തത്ത. ത. ത എന്ന് വേഗത്തിൽ എഴുതിയേ. ത. ത. ഓക്കെ. നാലാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഇതെന്താണ്? പഴം. പഴം. പഴം എന്ന് പറയുമ്പോൾ ടീച്ചറോട് എഴുതുവാനുള്ള അക്ഷരം ഏതാണ്? വിട്ടുപോയ അക്ഷരം ഏതാണ്? പഴം. രം ഉണ്ട്. ഏതാണ് വിട്ടുപോയിട്ടുള്ളത്? പ. പ. പ എന്ന അക്ഷരം എഴുതിയേ. പ. 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 തെറ്റാതെ എഴുതുക. പ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ടീച്ചർ നല്ലതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. പ. പ എഴുതിയായിരുന്നോ? വേഗത്തിൽ എഴുതിക്കോളൂ. പ. ഓക്കെ, നല്ലതുപോലെ എഴുതിയിട്ടുള്ളവരുണ്ട്. പ. ഇവിടെ ശ്രദ്ധിക്കൂ. പ. ശരിയായിട്ട് എഴുതിയായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പേർ എഴുതിയെടുത്തോളൂ. നിങ്ങൾ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ക്ലാസ് പഠിച്ച ശേഷം വീണ്ടും അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്സ് മേടിക്കുക. പ. പഴം. പ. പ. പ എന്ന് എഴുതിക്കോളൂ. എഴുതി. ഓക്കെ, ലാസ്റ്റ് ചോദ്യം ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇതെന്താണ്? വല. 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 ഇവിടെ ആദ്യത്തെ അക്ഷരമാണ് എഴുതുവാനുള്ളത്. വല. ല ഉണ്ട്. വെരി ഗുഡ്. വ എഴുതണം. വ. വ എഴുതിക്കോളൂ. വ. 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 വെരി ഗുഡ്. നല്ലതുപോലെ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. വ. വ. ഇതാണ് വ. തെറ്റിപ്പോയർ വിഷമിക്കേണ്ട. നിങ്ങൾ എഴുതിയെടുത്തോളൂ. വ. ഓക്കെ, ഇന്ന് നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ ഓർമ്മിച്ചു? റ, ന, ത, പ, വ. ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റു ചില വാക്കുകൾ കൂടി നമുക്ക് നോക്കാം, റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ പഠിക്കുക. ഈ അക്ഷരങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും എഴുതി നോക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.